പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നുപോകില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങാകുന്ന വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനം മാറ്റമില്ലാത്തതും ഒരിക്കലും പരാജയപ്പെടാത്തതുമാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഇവിടെ അസാധ്യമെന്ന് കരുതുന്ന നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. പാപിയെങ്കിലും എൻ്റെ മേൽ കരുണ തോന്നി എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അങ്ങയുടെ വചനത്താൽ എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന ഭക്തിയോടെ തികപ്പാൻ എന്നെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമരത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും. ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹൃദയം നുറുങ്ങിയവർക്കായി കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവനെ അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സർവശക്തനായ ദൈവമേ, അങ്ങയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മേലും എൻ്റെ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. വേദനിക്കുന്നവരുടെ മേൽ കരുണ കാണാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ. വേദനിക്കുന്ന പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. എൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങേ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ, അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു. അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ. അവിടുത്തെ തിരുരക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ. കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെയും നിയോഗങ്ങളെയും എല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് കർത്താവായ യേശുവിൽ സമർപ്പിച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന എന്നത് കേവലം നമ്മൾ ദൈവത്തോട് നടത്തുന്ന ഒരു യാചനയോ ചില വാക്കുകളുടെ ഉച്ചാരണമോ മാത്രമല്ല, അത് ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൻ്റെ പ്രകടമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും തകർച്ചകളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നത്. എന്നാൽ പ്രാർത്ഥന
നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ശ്വാസമായി മാറണം. നമ്മുടെ ഭയം, നിരാശ, മാനസിക ബുദ്ധിമുട്ടുകൾ, ആകുലതകൾ എന്നിവയെല്ലാം ദൈവസന്നിധിയിൽ മറച്ചു വയ്ക്കാതെ തുറന്നു വയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തോട് ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ല. അവിടുന്ന് നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും അറിയുന്നവനാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ ദൈവം ഇടപെടാൻ പ്രാർത്ഥിക്കേണ്ട രീതികൾ ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധി വന്നാലും ദൈവത്തിന് അതിനു മുകളിൽ വലിയൊരു അധികാരവും ശക്തിയും ഉണ്ടെന്ന് വിശ്വസിക്കുക. ദൈവം വിചാരിച്ചാൽ മാറാത്ത ഒരു തടസ്സവുമില്ല. പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ അവിടുത്തെ മഹത്വത്തെയും സർവശക്തിയെയും ഓർത്ത് സ്തുതിക്കുക. ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കേട്ട് നമുക്കതിനുള്ള ഉത്തരം നൽകും. ഔപചാരികമായ വാക്കുകൾക്കപ്പുറം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ കാണുന്നത് പോലെ തങ്ങളുടെ വേദനയും കണ്ണീരും ദൈവത്തിന് മുന്നിൽ പകർന്നു വെച്ച ദൈവഭക്തന്മാരെ പോലെ നാമും അവിടുത്തെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കണം. ദൈവവചനം അധിഷ്ഠിതമായി പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി നൽകുന്നു. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും തുടങ്ങിയ വചനങ്ങൾ പ്രാർത്ഥനയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കൃതജ്ഞതയോടെയുള്ള പ്രാർത്ഥന. ഉത്തരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമുക്കായി ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് അവിടുത്തെ നന്ദിയോടെ സ്തുതിക്കുക. വിശ്വാസത്തോടെയുള്ള നന്ദി പ്രകാശനം അത്ഭുതങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ദൈവിക ഇടപെടലിനായുള്ള പ്രത്യേക സമർപ്പണ പ്രാർത്ഥന. സ്നേഹനിധിയായ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ അളവറ്റ സ്നേഹത്തിനും കരുണയ്ക്കുമായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ നിമിഷം എൻ്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളും ഭാരങ്ങളും ആകുലതകളും ഞാൻ അങ്ങയുടെ തിരുപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ എനിക്ക് മറികടക്കാൻ സാധിക്കാത്ത വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ വഴികൾ അടഞ്ഞുപോയതായി എനിക്ക് തോന്നുന്നു. എന്നാൽ അവിടുന്ന് വഴിയില്ലാത്തിടത്ത് വഴി തുറക്കുന്ന ദൈവമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിലേക്കും, രോഗങ്ങളിലേക്കും, സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും, കുടുംബ പ്രശ്നങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അയക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തിലെ സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. എൻ്റെ ഹൃദയത്തിലെ ഭയവും ആശങ്കകളും മാറ്റി അങ്ങയുടെ സ്വർഗീയ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകട്ടെ. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം നൽകുന്നതിനായി ഞാൻ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദിവസമാണിത്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും കടമ്പകളും ഒരു വശത്ത് മാറ്റി നിർത്താൻ കഴിയാത്ത വിധം കൂടെ ഉണ്ടാകാം. എങ്കിലും അതൊക്കെ മാറ്റി നിർത്തി ഇന്ന് കർത്താവിനെ ആരാധിക്കുവാനും അവൻ്റെ വചനം കേൾക്കാനും അവൻ വീണ്ടും ഒരു പുതിയ ദിവസം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമുക്കൊരു സാക്ഷ്യം ധ്യാനിക്കാം. നീണ്ട 10 വർഷക്കാലം കിടപ്പിലായിരുന്ന മരണത്തിൻ്റെ അരികിൽ നിന്ന് ദൈവിക അത്ഭുതത്താൽ ജീവനിലേക്ക് തിരികെ വന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മ പങ്കുവച്ച അനുഭവമാണിത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന അവസ്ഥയിലും ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ ആ അമ്മ നൽകിയ പ്രാർത്ഥനാ നിയോഗം വളരെ ശ്രദ്ധേയമായിരുന്നു. എൻ്റെ ഉള്ളിൽ ദൈവിക ആനന്ദം നിറയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ബാഹ്യമായ കാര്യങ്ങൾക്കാണ്, രോഗസൗഖ്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി. എന്നാൽ ലൗകികമായ സന്തോഷങ്ങൾ താൽക്കാലികം മാത്രമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാത്ത പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവിക ആനന്ദമാണ് ഒരു വിശ്വാസിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്. അനേകർ ഇന്ന് ദൈവ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലൂടെയും സഭയുടെ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുന്നുണ്ട്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുള്ളവർ, ജോലി ചെയ്യുന്നവർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവരൊക്കെയും തങ്ങളുടെ സമയം മാറ്റിവെച്ച് ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും ലോകത്തിന് മുൻപിൽ നമുക്ക് അവഗണനയോ അപമാനങ്ങളോ നേരിടേണ്ടി വരാം. ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഫലം എന്ന് ലോകം ചോദിച്ചേക്കാം. ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ തളർന്നു പോകുന്നവർക്ക് വിശുദ്ധ പൗലോസ്ലീഹ മനോഹരമായ ഒരു മറുപടി നൽകുന്നുണ്ട്. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ.
കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഈ വചനം നൽകുന്ന പ്രത്യാശ നിസ്സാരമല്ല. മനുഷ്യരെയല്ല, ദൈവത്തെ സേവിക്കുക. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും, കുടുംബത്തിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലാകട്ടെ, മനുഷ്യന്റെ പ്രശംസ ലഭിക്കാനല്ല, ദൈവമഹത്വത്തിനായി നമ്മൾ ചെയ്യുന്നത്. അനുഗ്രഹത്തിനപ്പുറമുള്ള അവകാശം. അനുഗ്രഹം എന്നത് താൽക്കാലികമായ ഭൗതികമായ നന്മയാകാം. എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അവകാശം ഈ ലോകത്തിലെ സമാധാനവും നിത്യജീവനിലേക്കുള്ള ദൈവരാജ്യത്തിന്റെ പങ്കാളിത്തവുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും ദൈവശുശ്രൂഷയും എവിടെയും വ്യർത്ഥമായി പോകില്ല. മനുഷ്യർ നമ്മെ തള്ളിക്കളഞ്ഞാലും ലോകം നമ്മെ തിരസ്കരിച്ചാലും സ്വർഗത്തിൽ കർത്താവ് നമുക്കായി നിത്യമായ അവകാശം കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് കർത്താവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിലെ സങ്കടങ്ങളിലും പരീക്ഷണങ്ങളിലും തളർന്നു പോകാതെ നിന്റെ ദിവ്യ ആനന്ദത്താൽ ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഹൃദയപരമാർത്ഥതയോടെ നിനക്കായി ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ലൗകികമായ നന്മകൾക്കപ്പുറം നിന്റെ നിത്യമായ അവകാശത്തിൽ പങ്കാളികളാക്കാൻ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. സന്തോഷത്തോടെ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള ജപമാല പ്രാർത്ഥന. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെ സാത്താന്റെ സകല അന്ധകാര കെണികളിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. അവർ അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി വളരുവാനും ജീവിതത്തിൽ എവിടെയായിരുന്നാലും അവരുടെ ദൈവീക സംരക്ഷണവും കാവലും അവർക്ക് എപ്പോഴും ലഭിക്കുവാനും വേണ്ടി ഞങ്ങൾ അങ്ങയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചിരണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗീയ സൈന്യാധിപ രാജകുമാരനായ അന്ധകാര ശക്തികളുടെ മേൽ ആധിപത്യമുള്ള ദൈവദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവത്തിൻ്റെ മുദ്രയുമായി വന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മുദ്രിതരാക്കണമേ. മിശിഹായുടെ കാവൽ ദൂത, പിശാചിൻ്റെ തല തകർത്ത് ഞങ്ങളെ ദൈവഹിതത്തിന് അനുരൂപരാക്കി അന്ധകാരത്തിൻ്റെ സകല തിന്മകളെയും പാതാളത്തേക്ക് ചവിട്ടി താഴ്ത്തണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയെ, ദൈവത്തെ പോലെ ആരുണ്ട് എന്ന് അഹങ്കാരിയായ ലൂസിഫറിനോടും അവൻ്റെ കൂട്ടാളികളോടും ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് അവരെ പാതാളത്തിലേക്ക് തള്ളിയിട്ട ശക്തനായ മുഖ്യദൂത, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും തിരുസഭയെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പിശാചിൻ്റെ സകല തിന്മകളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പീഡാസനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതകളാൽ പിതാവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെത്തിച്ച് ഞങ്ങൾക്ക് നേടിത്തരണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഓരോ പ്രയാസങ്ങൾക്കും രോഗദുരിതങ്ങൾക്കും മീതെ ദൈവത്തിൻ്റെ സൗഖ്യദായകമായ വലിയൊരു കരുണ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് നാം ഒരുമിച്ച് ചേരുന്നത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അനുഭവിക്കാനുള്ള ഒരു പ്രത്യേക നിമിഷത്തിലേക്കാണ് ഈ അത്ഭുത നിമിഷം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ വെറും ഒരു ശാരീരിക അസ്വസ്ഥത മാത്രമല്ല, പലപ്പോഴും മനസ്സിൽ അടിഞ്ഞുകൂടിയ ഭയം, ആശങ്ക, ഉത്കണ്ഠ, അവിശ്വാസം എന്നിവയും ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൽ തികഞ്ഞ വിശ്വാസത്തോടെ ആശ്രയിക്കാനാണ്. ദൈവത്തിൽ തിരുരക്തത്താൽ കഴുകപ്പെടാനും നമ്മുടെ തെറ്റുകുറ്റങ്ങളെ അനുതപിച്ച് ഏൽപ്പിച്ചു കൊടുക്കാനും നാം തയ്യാറാകുമ്പോൾ വിടുതൽ പ്രവഹിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ പരാജയങ്ങളും ഭയങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് പുതിയൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരിക. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്തിൽ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് സൗഖ്യപ്പെടുത്തും.
ശാരീരിക രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ, വർഷങ്ങളായി വിടാതെ പിന്തുടരുന്ന രോഗങ്ങൾ, സന്ധിവേദനകൾ, തലവേദനകൾ, മറ്റ് അസ്വസ്ഥതകൾ എന്നിവയിൽ നിന്ന് ദൈവീക കരങ്ങൾ നമ്മെ എടുത്തു മാറ്റുന്നു. മാനസികവും ആത്മീയവുമായ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം, തളർച്ച, വിഷാദം, ആകുലതകൾ, പൈശാചികമായ അന്ധകാര ശക്തികളുടെ സ്വാധീനം എന്നിവയിൽ നിന്നും ദൈവത്തിൻ്റെ അഭിഷേകം നമ്മെ സ്വതന്ത്രരാക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകവും സമർപ്പണ പ്രാർത്ഥനയും ഇപ്പോൾ നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ നിമിഷം എൻ്റെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും അങ്ങയുടെ തിരുപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സമ്പൂർണ്ണ സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യണമേ. ആമേൻ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതിരുകളില്ല. അവിടുന്ന് നൽകിയ ഈ സൗഖ്യവും ആശ്വാസവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ പ്രാർത്ഥനാ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റവും അത്ഭുതങ്ങളും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അത്ഭുത പ്രാർത്ഥനാ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും സമാധാനവും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേക പ്രാർത്ഥനാ ആവശ്യങ്ങളും നിയോഗങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കുറിച്ചു വെക്കണം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള ദൈവിക സന്ദേശങ്ങളും പ്രാർത്ഥനകളും തുടരെ കാണുന്നതിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ചുറ്റും മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ ഈ വചനങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടാവട്ടെ. നന്ദി ദൈവമേ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.